എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 18 മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കും. വിവിധ ജില്ലകളിൽ വിവിധ തീയതികളിൽ ആണ് മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓണം കഴിഞ്ഞാൽ വീണ്ടും റേഷൻ കാർഡുള്ളവർക്കെല്ലാം മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മുൻഗണന റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുള്ള മസ്റ്ററിംഗ് നേരത്തെ ഏതാനും ദിവസങ്ങൾ നടത്തി സെർവർ തകരാറിനെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. കേന്ദ്രം നൽകുന്ന വിഹിതങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മുൻഗണനാ വിഭാഗങ്ങളായ AAY മഞ്ഞ റേഷൻ കാർഡുള്ളവരും PHH പിങ്ക് റേഷൻ കാർഡുള്ളവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്. ഇതുപ്രകാരം സംസ്ഥാന സർക്കാർ മസ്റ്ററിംഗ് ആരംഭിക്കുകയും റേഷൻ കടകളിലൂടെയും വിവിധ ക്യാമ്പുകളിലൂടെയും മസ്റ്ററിംഗ് തുടർന്ന സമയത്ത് സെർവർ തകരാറിനെ തുടർന്ന് ഈ മസ്റ്ററിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. പിന്നീട് സെർവറിന്റെ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വീണ്ടും സംസ്ഥാനത്ത് റേഷൻ കാർഡിന്റെ മസ്റ്ററിംഗ് തുടങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാനത്തുടനീളം മസ്റ്ററിംഗ് നടത്തുന്നത്. വിവിധ ജില്ലകളിൽ വിവിധ തീയതികളിലായിട്ടാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. അത് ഇനി പറയുന്ന രൂപത്തിലാണ്. ഓണം കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്ന മസ്റ്ററിംഗ് സെപ്റ്റംബർ 18 മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് നടക്കുക. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ 7 ജില്ലകളിൽ നടക്കും. ഒക്ടോബർ 3 മുതൽ ഒക്ടോബർ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് എന്നീ 6 ജില്ലകളിലും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനാകും. റേഷൻ കാർഡ് മസ്റ്ററിംഗ് അഥവാ EKYC അപ്ഡേഷൻ NFSA കാർഡുള്ള എല്ലാ അംഗങ്ങളും, അതായത് AAY മഞ്ഞ റേഷൻ കാർഡുള്ളവരും PHH പിങ്ക് റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കളിലെ സമയബന്ധിതമായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. എന്നാൽ മാത്രമേ തുടർന്ന് അങ്ങോട്ട് കേന്ദ്രവിഹിതം ഈ അംഗങ്ങളുടെ പേരിൽ ലഭിക്കുകയുള്ളൂ. ഈ അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ അതാത് ജില്ലകളിൽ സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ EKYC മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് എന്നും ഉത്തരവിൽ പറയുന്നു. റേഷൻ കടയിലൂടെ മസ്റ്ററിംഗ് നടത്തുമ്പോൾ റേഷൻ സാധനങ്ങളുടെ വിതരണത്തിന് തടസ്സം വരാതിരിക്കാൻ അതാത് സപ്ലൈ ഓഫീസർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആധാർ കാർഡിൽ ബയോമെട്രിക് രേഖ ചേർക്കാത്തതുകൊണ്ട് തന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. വീട്ടിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ മറ്റു സൗകര്യങ്ങൾ ഉദ്യോഗസ്ഥർ ഒരുക്കുന്നതായിരിക്കും. അതായത് റേഷനിംഗ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ഒരുക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷനുകൾ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദൂരേക്കും ബൈ.